ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും മുമ്പ് ആവശ്യപ്പെട്ടുള്ളതാണ് മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ കൺസെപ്റ്റിലുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇന്ന് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ കൺസെപ്റ്റിലുള്ള സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ട്രേഡ് എടുക്കാൻ എന്തെങ്കിലുമൊക്കെ മെത്തഡോളജികൾ വേണം അല്ലേ? വളരെ അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള ഈ മാർക്കറ്റിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിമിനകത്തൂടെ നോക്കി കാണാതെ ട്രേഡുകൾ എടുക്കാൻ ഇമ്പോസിബിൾ ആണ്. ചില അസംഷൻസ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിന് പല മെത്തഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ SMC എന്നുള്ളൊരു കൺസെപ്റ്റാണ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെയുള്ള വൺ ഓഫ് ദ മെത്തേഡാണ് മാർക്കറ്റ് പ്രൊഫൈലും അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഓർഡർ ഫ്ലോ ആളുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഓർഡർ ഫ്ലോ മാത്രമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ പഠിച്ച് പ്രായോഗികമാക്കുന്നത് അത്ര സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയില്ല. മൊത്തത്തിലുള്ള ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ എന്നുള്ള കൺസെപ്റ്റിൻ്റെ പിറകിലുള്ള ബേസിക് ഐഡിയ, കോണ്ടക്സ്റ്റ്, ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്നുള്ള ഒരു തിയറിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കോണ്ടക്സ്റ്റിൻ്റെ ബേസിൽ വേണം നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഓപ്ഷൻ മാർക്കറ്റ് തിയറി റീഡ് ചെയ്യാനുള്ള, അതിൽ ആക്ട് ചെയ്യാനുള്ള രണ്ട് ടൂളുകളാണ് മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും. വളരെ കുറഞ്ഞ ഈ ആളുകൾ മാത്രം ഉപയോഗിക്കുന്നൊരു മെത്തേഡാണിത്. പക്ഷേ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് നിന്നിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ കോണ്ടക്സ്റ്റ്, ഈ മൊത്തം മാർക്കറ്റ് പ്രൊഫൈലിൻ്റെയും ഓർഡർ ഫ്ലോയുടെയും ഒരു മദർ എന്ന് വിളിക്കാവുന്ന, അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് വിളിക്കാവുന്ന ബേസിക് കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പം ഇവിടെ ഈ ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്നുള്ള കൺസെപ്റ്റ്, അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, സാധാരണ എല്ലാ മെത്തേഡിലും നമ്മൾ പ്രൈസാണ് കിങ് എന്ന് പറയും. പ്രൈസിനെയാണ് നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയുടെ AMTയുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പ്രൈസ് അവിടെ ഉണ്ടെങ്കിലും പ്രൈസിനെ വെറുതെ റീഡ് ചെയ്യുകയല്ല, മറിച്ച് വാല്യൂ ബേസിൽ പ്രൈസിൻ്റെ വാല്യൂ ഒബ്സർവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് നിലനിൽക്കുന്നത് മുഴുവൻ ഈ വാല്യൂ എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ എന്തൊരു പ്രോഡക്റ്റിനും അതിൻ്റെ ഒരു വാല്യൂ ഉള്ള ഒരു ഏരിയ ഉണ്ട്, അതിൻ്റെ ഒരു റിയൽ വാല്യൂ ഉണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ റിയൽ വാല്യൂ ഉണ്ട്. എന്നാൽ അത് പലപ്പോഴും ആ റിയൽ വാല്യൂക്ക് മുകളിൽ സെല് ചെയ്യപ്പെടാം അല്ലേ? ആ റിയൽ വാല്യൂവിൻ്റെ താഴെയും ഏതൊരു പ്രൊഡക്റ്റും സെല് ചെയ്യപ്പെടാം. അപ്പോൾ ഈ ഒരു 3 കൺസെപ്റ്റുകൾ, ഒന്ന് റിയൽ വാല്യൂ എന്നുള്ള കൺസെപ്റ്റ്, അതിൻ്റെ മുകളിലുള്ള പ്രൈസ്, താഴെയുള്ള പ്രൈസ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആ കാര്യത്തിൽ ഇത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഒരു റിയൽ വാല്യൂവിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് നിൽക്കുന്നത്, അതല്ലെങ്കിൽ റിയൽ വാല്യൂവിൻ്റെ മുകളിലാണോ താഴെയാണോ, ഈ 3 ഭാഗങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ, പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ എന്നുള്ള, ആ ബിഹേവിയറിനെ റീഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു മെത്തഡോളജി എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം ഓപ്ഷൻ മാർക്കറ്റ് തിയറിയെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ തിയറി മനസ്സിലാക്കുന്നതിലൂടെ, ഓപ്ഷൻ മാർക്കറ്റ് തിയറി മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഈ പ്രൈസിൽ പ്രത്യേകിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ബാലൻസും ഇംബാലൻസും മനസ്സിലാക്കാൻ പറ്റും. ഇംബാലൻസ് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കുക. അതിനകത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതും കൂടെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഓർഡറുകളുടെ ഒരു ഫ്ലോ അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ആവശ്യമാണ്. ഓപ്ഷൻ മാർക്കറ്റ് തിയറി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഓർഡറുകളുടെ ഫ്ലോ മനസ്സിലാക്കാൻ നമ്മൾ ഓർഡർ ഫ്ലോ ഡീറ്റെയിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതും ഓപ്ഷൻ മാർക്കറ്റ് തിയറിയുടെ ഭാഗമായിട്ടാണ് ഓർഡർ ഫ്ലോയും വരുന്നത്. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ കൃത്യതയുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്ഷൻ മാർക്കറ്റിൻ്റെ പ്രോസസ്സ് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളായിട്ട് മാറും. ഇനി നമ്മൾ ഈ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് ഉണ്ടല്ലോ, വാല്യൂ, ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂവും ആ ആക്ച്വൽ വാല്യൂവിൻ്റെ മുകളിലോ താഴെയോ നിൽക്കുന്ന കൺസെപ്റ്റുകളെ ഇവിടെ നമ്മൾ ഈ 2 ടേം വെച്ചിട്ടാണ് പറയുന്നത്, ബാലൻസും ഇംബാലൻസും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, റെസ്പോൺസീവ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കൊണ്ടാണ് ബാലൻസ് ഫോം ചെയ്യുന്നത് എന്നും, ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കൊണ്ടാണ് ഇൻബാലൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ആ 2 വാക്കുകൾ മനസ്സിൽ വെച്ചോളൂ. ഇനി അത് എന്താണ് അത് രണ്ടും എന്നുള്ളത് നമുക്ക് ഇവിടെ പോയിട്ട് നോക്കാം. ഇവിടെ ഒരു കാറ്, മാർക്കറ്റിലെ കാറ് വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന
ഒരു പ്രോസസ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഐഡിയ എങ്ങനെയാണ് ബാലൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. ഒരു 15 ലക്ഷത്തിനും 15.5 ലക്ഷത്തിനും ഇടയിൽ റേഞ്ചിലുള്ള ഒരു യൂസ്ഡ് കാറിൻ്റെ മാർക്കറ്റാണെന്ന് കരുതാം. നിങ്ങളൊരു 15 ഈ ഒരു റേഞ്ചിൽ നിങ്ങളൊരു കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ കാർ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ മാർക്കറ്റ് വില നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ യൂസ്ഡ് കാറിന് 15-15.5 ഇടയ്ക്കാണ്. അപ്പോൾ ഈ 15നും 15.5 ഇടയ്ക്ക് നിൽക്കുന്ന പലധികം ഘടകങ്ങൾ ഇതിനിടയിൽ ആ കാറിൻ്റെ പ്രൈസിനെ വേരി ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം കൃത്യമായിട്ട് ഒറ്റ ലെവലിലല്ല അതിൻ്റെ പ്രൈസ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഒരാൾ ഉപയോഗിച്ച് ഒരാൾ ആ വെഹിക്കിൾ ഉപയോഗിച്ചതിൻ്റെ കണ്ടീഷൻ അയാൾ മെയിൻറ്റെയിൻ ചെയ്ത രീതിയൊക്കെ വെച്ചിട്ട് കാറിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഓക്കെ ഇതാണ് റേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക ഈ റേഞ്ചിൽ ഏറ്റവും താഴത്തെ പ്രൈസിൽ കിട്ടിയാൽ കണ്ണും പൂട്ടി വാങ്ങാം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളത് അന്വേഷിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രൈസിൽ കിട്ടണമെങ്കിൽ ആ പർട്ടിക്കുലർ ഫീച്ചേഴ്സുള്ള ആ പർട്ടിക്കുലർ ക്വാളിറ്റിയുള്ള നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു കാർ കിട്ടണമെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക? അപ്പോൾ അവിടെ ഒരാൾക്ക് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുക. അയാൾക്കൊരു എമർജൻസി വന്നു, ആൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, വലിയൊരു തുക ആവശ്യമുണ്ട്. ആ സമയത്ത് അയാൾ ഈ കാർ എത്രയും പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യണം, ക്യാഷ് ആക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുക. അപ്പോൾ അയാളത് ഈ ഒരു റേഞ്ചിനകത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതായത് 15 ലാഖിന് ആൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അയാൾ അങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ 15 ലക്ഷത്തിന് വാങ്ങി വയ്ക്കാം, എന്നിട്ട് 15.5 വെക്കാമെന്ന് വെച്ചിട്ട് അറിയുന്നവരെല്ലാം ഓടി ഇയാളുടെ അടുത്ത് വരാൻ നോക്കും അല്ലേ. വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ആൾക്ക് കിട്ടും, ആളൊരു ആഡ് കൊടുത്താൽ, പരസ്യം കൊടുത്താൽ. അപ്പോൾ ഈ ഒരു ക്വിക്ക് റെസ്പോൺസ്, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ബയേഴ്സാണ് റെസ്പോൺസീവ് ബയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബയേഴ്സിൻ്റെ എണ്ണം കൂടുകയും ഇങ്ങനെ വിൽക്കാൻ 1-2 ആളുകളെ ഉള്ളൂ എങ്കിൽ അവിടെ അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രൈസ് റേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഈ കാറിൻ്റെ എക്സാമ്പിളിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിലുള്ള ട്രേഡിലുള്ള കൺസെപ്റ്റിലേക്ക് ഒന്ന് മനസ്സ് കൊണ്ടുവന്നാൽ ഈ ഒരു പ്രൈസിൽ കുറേ അധികം ആളുകൾ വാങ്ങാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രൈസിൽ നിന്ന് കുറേ ആളുകൾ ഇവിടെ വാങ്ങാൻ റെഡി ആയിട്ട് വരികയാണ് 15 ലക്ഷത്തിന് കണ്ടപ്പോൾ. അപ്പോൾ മറ്റൊരാൾ എന്നാൽ 15.1 അപ്പോൾ പിന്നെ മറ്റൊരാൾ അപ്പോഴും കുറേ ഈ വന്നവർക്ക് എല്ലാവർക്കും ആ ഒരു കാറാണ് കിട്ടിയിട്ടുള്ളത്, ഈ 15 കൊടുക്കുന്നത്. അപ്പോൾ വേറൊരാൾ 15.10 കൊടുക്കണം, അപ്പോൾ 15.2 കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇതിനെ പ്രൈസ് വീണ്ടും ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ തവണ ട്രേഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഈ ഒരു 15.5നും 15 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഏരിയയാണ്. 70% ഓഫ് ട്രേഡ് നടക്കുന്ന ഈ ഏരിയയെ നമുക്ക് വാല്യൂ ഏരിയ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഏരിയയിൽ പ്രൈസ് നിർത്തുന്നത് റെസ്പോൺസീവ് ബയേഴ്സും റെസ്പോൺസീവ് സെല്ലേഴ്സും ആണ്. അപ്പോൾ സെല്ലേഴ്സ് ഒരാൾ എപ്പോഴാണ് ഇതിൻ്റെ പീക്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക? വിൽക്കുന്നത് പണത്തിന് ആവശ്യം വരുമ്പോഴാണ്. വില കുറച്ചിട്ടാണെങ്കിലും അയാൾ വിറ്റു. വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ അയാൾക്ക് ഒരാൾ ഗൾഫിൽ നിന്ന് വന്നു, ഒരു 3 മന്ത് ലീവേ ഉള്ളൂ, അയാൾക്ക് ആദ്യത്തെ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഒരു കാറ് വാങ്ങിച്ചാലേ അടുത്ത 3 മാസം കാറുമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ പ്രൈസ് കുഴപ്പമില്ല, അത് 10-50 രൂപ എക്സ്ട്രാ കൊടുത്താലും ഇമ്മീഡിയറ്റ് ആയിട്ട് വാഹനം വേണം എന്നുള്ള ആ എമർജൻസി അവിടെ ഉള്ളതുകൊണ്ട് അയാൾ 15.5 വാങ്ങാൻ റെഡിയായ ഒരു ബയ്യർ വരുന്ന സമയത്ത് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും സെല്ലേഴ്സ് കുറേ അധികം. അതാണ് റെസ്പോൺസീവ് സെല്ലേഴ്സ്. അവരെല്ലാം കൂടെ വന്നിട്ട് ഇതിനെ വിൽക്കാൻ റെഡിയാവും. പക്ഷേ വാങ്ങാൻ ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഈ 15.5 എന്നുള്ളതിൽ അപ്പോൾ സെല്ലേഴ്സ് അധികവും ബയേഴ്സ് കുറവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ആ 15.5 പകരം 15.4 ഞാൻ തരാം എന്ന് വേറൊരാൾ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് പിടിക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾ മത്സരമായി, കുറേ അധികം സെല്ലേഴ്സ് ഉണ്ട്, കുറേ അധികം സെല്ലേഴ്സ് ഇയാൾക്ക് കാർ കൊടുക്കാൻ വന്നു. അപ്പോൾ അയാൾ ആ മത്സരത്തിൽ അതിജീവിക്കാൻ വേണ്ടി ഒരു സെല്ലർ പറയുകയാണ്, ഞാൻ 15.5 എടുക്കാൻ റെഡി ആയിട്ട് വന്നില്ല, ഞാൻ നിനക്ക് 15.4 തരാം. അപ്പോൾ പ്രൈസ് കുറച്ചും കൂടെ താഴേക്ക് വന്നു. അപ്പോൾ വേറൊരാൾ അതിലും താഴ്ത്തി. ഈ ഒരു കാര്യമാണ് മാർക്കറ്റിലാണെങ്കിലും നടക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞപ്പോഴും ഈ ഒരു കോമ്പറ്റീഷനിലാണ് മാർക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതാണ്, ഈ രീതിയിലാണ് ബാലൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ റെസ്പോൺസീവ് സെല്ലേഴ്സും റെസ്പോൺസീവ് ബയേഴ്സും കൂടിയിട്ടാണ് മാർക്കറ്റിൽ ഈ ബാലൻസ് അഥവാ വാല്യൂ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഒരു റിയൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ റിയൽ വാല്യൂവിൻ്റെ ഒരു അപ്പർ ബാൻഡും ലോവർ ബാൻഡും ഉണ്ട്. ഇതിനെ നമുക്ക് വാല്യൂ ഏരിയ ഹൈ എന്നുള്ളതും, ഇതിനെ വാല്യൂ ഏരിയ ലോ എന്നും, ഇതിനെ വാല്യൂ ഏരിയ ഹൈ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ട്രേഡുകളൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു ബാലൻസ്
എന്ന് പറയുന്നത്. ഇത് എപ്പോൾ പ്രൈസ് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നു എന്ന് കരുതുക, ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നു, ഈ ഏരിയയുടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് ആണ് അവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എപ്പോഴാണ് അത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പുതിയ ഇൻഫർമേഷൻ, ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പുതിയ ഇൻഫർമേഷൻസും ഡേറ്റകളുമാണ് അടുത്ത ലെവലിലേക്ക് പ്രൈസിനെ മൂവ് ചെയ്യിച്ചുകൊണ്ട് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പ്രൈസ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ഇംബാലൻസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കാറ് ഇനി ഇപ്പോൾ ഇതിൻ്റെ വില കൂടാൻ പോകുന്നു എന്നുള്ള ന്യൂസ് വരുന്നു, പുതുതായിട്ട് ബഡ്ജറ്റ് വരാൻ പോവാണ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റ് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വില കൂടാൻ പോകുന്നു. മാത്രമല്ല ഈ പെർട്ടിക്കുലർ കാറിന് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സേഫ്റ്റി ടെസ്റ്റിൽ ഭയങ്കര റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ പ്ലസ് ആയിട്ടുള്ളത് കൊണ്ട് ഈ കാറ് കുറച്ചും കൂടെ ഉയർന്ന വിലയിൽ ഇതിനി വരാൻ പോകുന്ന ഇതിൻ്റെ ഒരു ഹൈക്ക്, ഫോർ എക്സാമ്പിൾ ഇത് പുതിയ ബഡ്ജറ്റ് വരുമ്പോഴേക്കും ഒരു 16.5 ലക്ഷം ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് യൂസ്ഡ് കാറിൻ്റെ മാർക്കറ്റിൽ ഇതിൻ്റെ പുതിയ വില വേറെ റേഞ്ചാണ്. അപ്പോൾ അത്ര ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ 16 ലക്ഷത്തിന് വാങ്ങിച്ചാലും ലാഭമാണ് എന്ന് കരുതുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് 16 ലക്ഷത്തിന് ഇത് വാങ്ങിക്കാം എന്ന് കരുതുന്ന, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യും? അവരാണ് ആക്ച്വലി ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ആ ബൈക്ക് ഇതുവരെ ഉള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ പുറത്തുള്ളൊരു റേഞ്ചിൽ വാങ്ങാൻ ആ ന്യൂസ് കിട്ടിയ ആളുകൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അവരെ നമുക്ക് ഇനീഷ്യേറ്റീവ് ബയേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ ഇനീഷ്യേറ്റീവ് ബയേഴ്സാണ് അവിടെ പ്രൈസിനെ ക്വിക്കായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈസ് കൂടുതൽ ആളുകൾ ഈ രണ്ട് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങാൻ വരുമ്പോൾ കൂടുതൽ ബയേഴ്സ് ഉയർന്ന പ്രൈസിൽ വാങ്ങാൻ തയ്യാറാകുമ്പോൾ പ്രൈസ് അടുത്ത റേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ പെർട്ടിക്കുലർ വെഹിക്കിളിൻ്റെ വില താഴേക്ക് പോവാണ് എന്നുള്ളതാണ് ഒരു ന്യൂസ് വരുന്നത് എന്ന് കരുതുക. താഴേക്ക് പോകാൻ കാരണമായ ചില ഇൻഫർമേഷൻസ് വരുന്നു. ഫോർ എക്സാമ്പിൾ, ആ ബഡ്ജറ്റ് വന്നപ്പോൾ മനസ്സിലാവുന്നു അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. ബഡ്ജറ്റിൽ അങ്ങനെ വാഹനത്തിൻ്റെ വിലയൊന്നും കൂടിയിട്ടില്ല, മറിച്ച് വാഹനത്തിൻ്റെ വില ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വാഹനത്തിന് തന്നെ വില ബഡ്ജറ്റിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങേണ്ടത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ വരും. അപ്പം അതിൽ ഡിമാൻഡ് കുറയുമ്പോൾ കുറച്ചധികം സെല്ലേഴ്സ് ഇത് കുറഞ്ഞ വിലയിൽ വിൽക്കാൻ റെഡിയാവും. കാരണം അതിൻ്റെ മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാനൊരു 14.5 ലക്ഷത്തിനാണെങ്കിൽ വാങ്ങാമെന്ന് തയ്യാറുള്ള ആൾ ആ രൂപയ്ക്ക് വാങ്ങുമ്പോൾ ആ പ്രൈസ് റേഞ്ച് ഇതിൻ്റെ താഴേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ വാങ്ങുമ്പോൾ പ്രൈസ് പിന്നീട് അത് ഒരു സ്ഥിരം ട്രെൻഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം ഇനി മാർക്കറ്റിൻ്റെ പുതിയ കാറുകളുടെ വില ഇനിയും കുറയാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണെങ്കിൽ ആ കാറിൻ്റെ വില 15 അങ്ങനെ വീണ്ടും താഴേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നടന്നത് ഇംബാലൻസ് ആണ്. അപ്പോൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ പ്രൈസ് പോയപ്പോൾ വാല്യൂ ഏരിയയ്ക്ക് താഴെ, അതിൻ്റെ റിയൽ ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസ് വന്നപ്പോൾ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഇംബാലൻസ് രണ്ട് സൈഡിലും ക്രിയേറ്റ് ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ് ബയേഴ്സും ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സും ചേർന്നിട്ടാണ്. ഇവിടെ വാല്യൂ ഏരിയയിൽ പ്രൈസിനെ നിർത്തിയത് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്ത് റെസ്പോൺസീവ് ബയേഴ്സും സെല്ലേഴ്സും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ റെസ്പോൺസീവ് സെല്ലേഴ്സ് എന്ന് പറയുന്നതിനെ അവരാണ് ലിമിറ്റ് സെല്ലുകൾ വെക്കുന്ന ആളുകൾ. ഷെയർ മാർക്കറ്റിൻ്റെ കൺസെപ്റ്റിലേക്ക്, ട്രേഡിങ്ങിൻ്റെ കൺസെപ്റ്റിലേക്ക് വന്നാൽ അപ്പോൾ അവർ ഈ ഒരു ലെവലിൽ അവർ ക്യാപിറ്റ് വെച്ചിരിക്കുകയാണ്. ഇതിലാണെങ്കിൽ ഞാൻ എൻ്റെ സാധനം കൊടുക്കുന്നുള്ളൂ, 15.5 ഞാൻ അത് കൊടുക്കുന്നുള്ളൂ, ഇവിടെ എത്തിയിട്ട് നല്ല വില കിട്ടിയിട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവരിവിടെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ വാങ്ങുന്ന ആളുകൾ ഇതേപോലത്തെ ഒരു ഡിമാൻഡിലാണ് ഈ റെസ്പോൺസീവ് ബയേഴ്സ്. ഈ ഒരു വിലയിൽ കിട്ടിയാൽ ഞാൻ വാങ്ങാം. അപ്പോൾ ഇവിടെയും ഇവിടെ വാങ്ങാനും കൂടുതൽ ആളുണ്ട്, ഇവിടെ വിൽക്കാനും കൂടുതൽ ആളുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രൈസിനെ നിർത്താൻ അത് കാരണമാകുന്നു. ഇവർ അതിനെ പ്രൈസിനെ താഴേക്ക് പോകാതെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ മുകളിലേക്ക് പോകാതെ ഒരു ക്യാപ്പ് സെറ്റ് ചെയ്യാനും സെല്ലേഴ്സും റെഡിയാവുന്നു. ഇതിൻ്റെ താഴേക്കുള്ള ഏതൊരു പ്രൈസും, അപ്പോൾ ഈ രണ്ടെണ്ണം ലിമിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ താഴേക്കുള്ള ഏതൊരു പ്രൈസ് മൂവ്മെൻറ്റിലും ഇവിടെ സംഭവിക്കുന്നത് മാർക്കറ്റ് ബൈ ആണ്, മാർക്കറ്റ് സെല്ലാണ്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റ് ഓർഡറുകളാണ് ഇവിടെ ആക്റ്റീവ് ആവുന്നത്, ഇവിടെ ലിമിറ്റ് ഓർഡറുകളാണ് എന്നുള്ളൊരു ഐഡിയയും കൂടെ ഇതിനെ കണക്ട് ചെയ്തിട്ട് മനസ്സിൽ വയ്ക്കുക. റൈറ്റ്, ഇനി ഇതിൻ്റെ അടുത്ത കാര്യം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു ബേസിക് അസംഷൻ ഉണ്ടാവണം അല്ലേ? ഒരു AMT എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, ഓപ്ഷൻ മാർക്കറ്റ് തിയറി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബേസിക് അസംഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പം ഒരു അസംഷൻ നമുക്കുണ്ടെങ്കിൽ ആ അസംഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ.
മാർക്കറ്റ് ഒരു പ്രോബബിലിറ്റിയുടെ മാത്രം ലോകമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില അസംഷനുകളില്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യും, ഇങ്ങനെ തന്നെ സംഭവിക്കും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രൈസ് ആക്ഷനിൽ ബേസിക് പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നതാണ് ഹിസ്റ്ററി ടെൻഡ് ടു റിപ്പീറ്റ്. ചരിത്രം ആവർത്തിക്കും എന്നത് ഒരു അസംഷനാണ് പ്രൈസ് ആക്ഷൻ തിയറിയിൽ. ഈ തിയറിയിൽ ഈ അസംഷൻ്റെ ബേസിലാണ് നിങ്ങൾ പല ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പ് ഇവിടുന്ന് ഒരു ഫാള് വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യും എന്നുള്ള അസംഷനിലാണ് നിങ്ങളിവിടെ പോയിട്ട് സെല് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ അങ്ങനെയുള്ള ഒരു അസംഷൻ ഉള്ളതുപോലെ ഇവിടെയും നമുക്ക് ചില ബേസിക് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻ ഫോളോ ചെയ്താലേ ഇതിലെ ട്രേഡിംഗ് മെത്തേഡുകൾ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഈ അസംഷൻസ് മനസ്സിലാക്കണമെങ്കിൽ ഈ അസംഷൻസ് എല്ലാം മാർക്കറ്റിലെ ഈ രണ്ട് കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി നിലനിൽക്കുന്നത് ബേസിക്കലി എന്ന് ഞാൻ പറഞ്ഞു. അത് ബാലൻസും ഇംബാലൻസുമാണ്. ഒരു സാധനത്തിൻ്റെ റിയൽ വാല്യൂവും ആ റിയൽ വാല്യൂവിൻ്റെ മുകളിലുള്ള വാല്യൂ അല്ലെങ്കിൽ താഴെയുള്ള വാല്യൂ ഇത് റീഡ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അസംഷൻ മനസ്സിലാക്കാൻ ഈ അസംഷൻ എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ബാലൻസും ഇംബാലൻസുമാണ്. അപ്പോൾ നിങ്ങൾ ചാർട്ടിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ബാലൻസ് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഏരിയ കണ്ടുപിടിച്ചാൽ ഇംബാലൻസ് ഏരിയ സ്വാഭാവികമായിട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചാർട്ടിലൊന്ന് പോയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് ഗോ ചാർട്ടിംഗ് ആണ്. ഗോ ചാർട്ടിങ്ങിലാണ് നമുക്ക് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ ബാലൻസ് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ദിവസത്തിൻ്റെ ബാലൻസ് ഏരിയ ഇതാണ്. നമ്മൾ ഈ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ദിവസത്തെ ട്രേഡിനൊക്കെ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ഏരിയ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഈ വാല്യൂ ഏരിയ ബാലൻസ് ഏരിയ അഥവാ വാല്യൂ ഏരിയ ഈ വാല്യൂ ഏരിയേൻ്റെ ഒരു 50% ഭാഗത്തേക്ക് ഈ വാല്യൂ ഏരിയ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ വാല്യൂ ഏരിയേൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ വാല്യൂ ഏരിയ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ ഈ മൊത്തം ഏരിയയുടെ ഈ 3 ദിവസത്തിൻ്റെയും കൂടെ ഒരു വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെർജ് പ്രൊഫൈൽ ടു ലെഫ്റ്റ്. അപ്പോൾ കണ്ടോ, 2 ദിവസവും കൂടെ ഈ പ്രൊഫൈൽ ഒന്നായി മാറി. ഇനി ഇതിനെ നമ്മൾ വീണ്ടും അതിൻ്റെ ലെഫ്റ്റിലേക്കും കൂടെ മെർജ് ചെയ്യാൻ നോക്കുന്നു. മെർജ് പ്രൊഫൈൽ ടു ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായി? ഇപ്പോൾ നമുക്ക് ആ 3 ദിവസത്തെയും കൂടെ പ്രൈസ് ഏകദേശം ഒരേ ഏരിയയിൽ നിന്നതുകൊണ്ട് ഓവർലാപ്പ് ചെയ്ത് വാല്യൂ ഏരിയ നിന്നുകൊണ്ട് ഇതാണ് അവിടുത്തെ മേജർ ഏരിയ എന്നുള്ളത്. വാല്യൂ ഏരിയ ഹൈ ഇതാണ്, വാല്യൂ ഏരിയ ലോ ഇതാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ബാലൻസ് കണ്ടുപിടിച്ചു പോകും. ഓക്കെ, ഇനി നമുക്കിത് പോയിട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയ റിയൽ വാല്യൂ. ഈ ഒരു 3 ദിവസത്തെ നമ്മൾ ഒരുമിച്ചെടുത്തപ്പോൾ വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ബാലൻസ്. അപ്പോൾ നമ്മൾ അപ്പം ഈ ബാലൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിലേക്ക് ഇപ്പോൾ ഈ ബാലൻസ് ഏരിയയിൽ നിന്ന് പ്രൈസ് മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കണ്ടല്ലോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിലാവണം പിന്നെ നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ബാലൻസ് അവിടെ കണ്ടെത്താൻ പറ്റും. ബാലൻസ് കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും ഇംബാലൻസും. അപ്പോൾ ഈ ഏരിയയ്ക്ക് മുകളിൽ പ്രൈസ് പോകുമ്പോൾ അത് ഇംബാലൻസ് ആണ്, അതിന് താഴേക്ക് പ്രൈസ് വന്നാൽ ഇംബാലൻസ് ആണ്. റൈറ്റ്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത്, അപ്പോൾ വാല്യൂ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ബേസിൽ ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട അസംഷനുകൾ, രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പ്രൈസ് ആക്സെപ്റ്റിംഗ് ഇൻസൈഡ് ദ ബാലൻസ് ഏരിയ. നേരത്തെ കാണിച്ച വാല്യൂ ഏരിയ അഥവാ ബാലൻസ് ഏരിയ അതിൻ്റെ ഉള്ളിലേക്ക് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് എപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, എവിടെയാണോ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
അപ്പോൾ വാല്യൂ ഏരിയ ഹൈയിൽ നിന്ന് ലോയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ട്രേഡ് എടുക്കാൻ ഫോളോ ചെയ്യേണ്ട ഒരു അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഈ വാല്യൂ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും നമുക്കറിയാമായിരുന്നു ഇതാണ് വാല്യൂ ഏരിയ എന്ന് കരുതാം. അപ്പോൾ ഇവിടെ എത്തിയാൽ നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അസംഷൻ ചെയ്യേണ്ടത് എന്താണ്? പ്രൈസ് ഈ ഏരിയ വരെ വരുമെന്നുള്ളതാണ് നമ്മൾ അസംഷൻ ചെയ്യേണ്ടത്. ഇനി ഇവിടെ എത്തിയിട്ട് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അസംഷൻ ചെയ്യേണ്ടത് മാർക്കറ്റിൻ്റെ ബേസിക് അസംഷൻ ഈ AMT തിയറി വെച്ചിട്ട് നിങ്ങളുടെ ബേസിക് അസംഷൻ ആവേണ്ടത് ഇതിൻ്റെ ഹൈയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. കറക്റ്റ്. ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കാനല്ല പഠിപ്പിക്കുന്നത്. ഈ അസംഷനുകൾ ആദ്യം മനസ്സിൽ കയറ്റുക. ഈ അസംഷനുകൾ ബൈഹാർട്ട് ചെയ്തതിന് ശേഷം ക്ലിയർ ആക്കി മനസ്സിലായതിനു ശേഷം അതിൻ്റെ ബേസിൽ പിന്നീട് പല കാര്യങ്ങളും ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു അസംഷൻ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ്. അപ്പോൾ അവിടെ അതേ കാര്യം തന്നെ അവിടെ പിക്ചറിക്കലി കാണിച്ചതാണ്. ഞാൻ ചാർട്ടിൽ അത് ആൾറെഡി കാണിച്ചു തന്നു. ഈ ഏരിയയിൽ നിന്നും വാല്യൂ ഏരിയ ഹൈയിൽ നിന്ന് ലോയിലേക്കും ലോയിൽ നിന്നും ഹൈയിലേക്കും മൂവ് ചെയ്യുന്ന കൺസെപ്റ്റ്. ഇതാണ് ഈ അസംഷനെ നമ്മളിവിടെ കാണിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പ്രൈസ് ആക്സെപ്റ്റിംഗ് ഔട്ട്സൈഡ് ദ ബാലൻസ് ഏരിയ. ഔട്ട്സൈഡ് ദ ബാലൻസ് ഏരിയ അല്ലെങ്കിൽ വാല്യൂ ഏരിയ വിൽ ട്രൈ ടു മൂവ് ഇൻ ദ ഇംബാലൻസ് ഡയറക്ഷൻ വെരി ഫാസ്റ്റ്. അപ്പോൾ ഇത് വാല്യൂ ഏരിയ ആണ്. വാല്യൂ ഏരിയൻ്റെ പുറത്ത് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പ്രൈസ് ഇംബാലൻസ് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പ്രൈസ് ഇത് 30 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിൽ 30 മിനിറ്റിൻ്റെ ഇത്രയും ക്യാൻഡിലുകളിൽ ഈ വാല്യൂ ഏരിയൻ്റെ അല്ലെങ്കിൽ ബാലൻസ് ഏരിയൻ്റെ പുറത്ത് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തു. ഈ ഒരു ക്യാൻഡിലോട് കൂടി പ്രൈസ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അസംഷൻ ചെയ്യാം. പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇംബാലൻസ് ഏത് ഡയറക്ഷനിലാണോ ഇംബാലൻസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ബാലൻസ്. ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ഫാസ്റ്റായിട്ട് പ്രൈസ് മൂവ് ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ. അപ്പോൾ ഈ അസംഷനും ട്രേഡ് എടുക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇംബാലൻസ് ഏരിയയിൽ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംബാലൻസ് ഡയറക്ഷനിലേക്ക് പ്രൈസ് ക്വിക്കായിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും സിമ്പിളി കാണിച്ച അതേ കാര്യം ഇവിടെ പിക്ചറിക്കലി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവിടെ ഇനീഷ്യേറ്റീവ് ബയേഴ്സും ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സുമാണ് ഈ മൂവ്മെൻറ്റിന് ആക്കം കൂട്ടുന്നത്. ഈ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പുതിയ പ്രൈസിൽ സെല്ല് ചെയ്യാൻ തീരുമാനിച്ച, പുതിയ പ്രൈസിൽ ബൈ ചെയ്യാൻ തീരുമാനിച്ച ഇനീഷ്യേറ്റീവ് എടുത്ത ആളുകളാണ് എന്നുള്ള ഐഡിയ മനസ്സിലാക്കി. ഇനി അടുത്ത പ്രധാനപ്പെട്ട അസംഷൻ, നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ AMT മെത്തേഡിൽ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയെ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ അസംഷനും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ദ ഷിഫ്റ്റിംഗ് കണ്ടീഷൻസ് ആർ ഓഫൻ റീടെസ്റ്റഡ്. എന്താണ് കണ്ടീഷൻ? ഷിഫ്റ്റിംഗ് കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ബേസിക് ഐഡിയ എന്താണ്? ബാലൻസിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയം, ഇംബാലൻസിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മറ്റേ കണ്ടീഷനിലേക്കുള്ള സ്ഥിരമായ ഷിഫ്റ്റാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റ് ഇത് ഇംബാലൻസിൽ നിന്നും ബാലൻസ് മുമ്പുണ്ടായിരുന്ന ഒരു വാല്യൂ ഏരിയയിലേക്ക് പ്രൈസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഷിഫ്റ്റ് ഓഫൻ മോസ്റ്റ് ഓഫ് ദ ടൈമും റീടെസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് അസംഷൻ. അങ്ങനെയാണ് നമ്മൾ അസംഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഇവിടെ കയറിയിട്ട് ചാടി കയറി ട്രേഡ് എടുക്കണ്ട, AMT ബേസ് ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ ഈ തിയറി പറയുന്നത് ഇതിനകത്തേക്ക് പ്രൈസ് വരുമ്പോൾ ഇത് വീണ്ടും ഈ ഇൻബാലൻസ് ഏരിയയിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടെ പരാജയപ്പെട്ടിട്ട് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ അസംഷൻ എന്താണ്? ഒരു ബാലൻസ് ഏരിയയിൽ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്താൽ ഹൈയിൽ നിന്ന് ലോയിലേക്ക് പ്രൈസ് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് ബേസിക് അസംഷൻ. അപ്പോൾ ഇവിടെ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്താലും പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്താലും റീടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറയുന്നതാണ് അടുത്ത അസംഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതി ചാടി കയറിയിട്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ട. ഈ രണ്ട് അസംഷൻ കൂടെ ക്ലബ് ചെയ്തിട്ട് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച്, റീഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്
ഇവിടെ റീടെസ്റ്റ് ചെയ്യും, വാല്യൂ ഏരിയയിൽ റീടെസ്റ്റ് ചെയ്യും എന്നുള്ള വാല്യൂ ഏരിയ ഹൈയിലും ലോയിലും ഇവിടെ നിന്നാണല്ലോ ഷിഫ്റ്റ് നടക്കുന്നത് അടുത്ത കണ്ടീഷനിലേക്ക്. അപ്പോൾ ആ ഒന്നിന്ന് ഈ കണ്ടീഷനിൽ ഈ കണ്ടീഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റീടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അസംഷൻ മനസ്സിലാക്കിയ ഒരാൾ ഈ മെത്തേഡ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട കാര്യം. റൈറ്റ്? ഇതെല്ലാം ഈ അസംഷൻ എല്ലാം മനസ്സിലാക്കിയിട്ട് അത് പിന്നീട് നമുക്ക് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ അസംഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകുന്നതാണ്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് പ്രൈസ് റിവേർട്ട് ബാക്ക് ടു പ്രീവിയസ് ബാലൻസ് ഏരിയാസ് എന്നുള്ളതാണ് അടുത്ത അസംഷൻ. എന്ന് വെച്ചാൽ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ബാലൻസ് ഏരിയകളും, ഇതെല്ലാം ഓരോ ബാലൻസ് ഏരിയയാണ്. ഈ ഡി ഷേപ്പിൽ കാണുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഇവിടെ ഈ ഡി ഷേപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുകളിലേക്ക് പ്രൈസ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു റിയൽ വാല്യൂ വരുന്ന ഒരു ഘട്ടത്തിൽ പ്രൈസ് പിന്നീട് ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത ഒരു ലെവലിൽ ഇതിൻ്റെ റിയൽ വാല്യൂ ആയിട്ട് മാറി. എന്നാൽ ഇങ്ങനെ എത്തിയ സമയത്ത് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ബാലൻസ് ഏരിയകളിലേക്ക് പ്രൈസ് റിവേർട്ട് ബാക്ക് ചെയ്യുമെന്നുള്ളതാണ് അടുത്ത അസംഷൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയാലും അങ്ങനെ പോവില്ല, ഇതിൻ്റെ അടുത്തേക്ക് ഇത് റിവേർട്ട് ബാക്ക് ചെയ്യും. അതായത് ഈ ബാലൻസ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ വാല്യൂ തൊട്ട് മുമ്പത്തെ വാല്യൂ ഏരിയകളിലേക്ക് പ്രൈസ് വരും. ഇതാണ് അസംഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനെ എല്ലാം അസംഷൻ ആയിട്ടാണ് കാണേണ്ടത്. 100% വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. 100% വർക്ക് ചെയ്യേണ്ട കാര്യവുമില്ല. നമുക്ക് 100ൽ 50 തവണ വർക്ക് ചെയ്താൽ തന്നെ പ്രോഫിറ്റ്, ഈ അസംഷനുകൾ 50 തവണ 100ൽ 50 തവണ വർക്ക് ചെയ്താൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ അസംഷനെ ബേസ് ചെയ്തിട്ട് വേണം ഒരാൾ AMT കൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അയാളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിന്ന് മനസ്സിലാക്കാം. റൈറ്റ്? ഇനി പ്രധാനപ്പെട്ട മറ്റൊരു അസംഷൻ, അവസാനത്തെ അസംഷൻ എന്ന് പറയുന്നത് സംടൈംസ് POC ഓഫ് ദ വാല്യൂ ഏരിയ ക്യാൻ ഗീവ് എ സ്ട്രോങ് റിജക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് POC എന്ന് പറയുന്നത്? ഇവിടെ ഇതാണ് POC അല്ലേ? ഈ POC നമ്മൾ ആദ്യം പറഞ്ഞ അസംഷൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിയിട്ട് വായിക്കണം. പല അസംഷനുകളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ അസംഷൻ എന്താണ്? ബാലൻസ് ഏരിയയിൽ ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ബാലൻസ് ഏരിയയിൽ വാല്യൂ ഏരിയ ഹൈയിൽ നിന്നും വാല്യൂ ഏരിയ ലോയിലേക്കും, വാല്യൂ ഏരിയ ലോയിൽ നിന്നും, ഇത് ലോ ആണ്, ലോയിൽ നിന്ന് ഹൈയിലേക്കും പ്രൈസ് മൂവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് അസംഷൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടങ്കോലിട്ടുകൊണ്ട് മറ്റൊരു അസംഷൻ വരികയാണ്. ഈ ഏറ്റവും കൂടുതൽ ട്രേഡുകൾ നടന്ന ഈ ഏരിയയിൽ തന്നെ ഒരു പെർട്ടിക്കുലർ പ്രൈസ് ലെവലിൽ, ഒരു പോയിന്റ് ലെവലിൽ, നമ്മൾ ചാർട്ടിലൊന്നും കാണിക്കാതെ ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ഡേയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഏരിയ ഇതാണ് ബാലൻസ് ഏരിയ. അതാണ് ബാലൻസ് ഏരിയ എന്ന് വിശേഷിക്കുന്നത്. ഈ ബാലൻസ് ഏരിയയിൽ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ലെവലിൽ, ഈ റെഡ് ലൈൻ കാണുന്നുണ്ടല്ലോ, ഓക്കെ, ഇവിടെ എഴുതി വെച്ച എമൗണ്ട് കാണുന്നില്ല, നമുക്ക് ഇവിടെ ഈ ഏരിയ എടുക്കാം. ഇന്നത്തതിൽ ഇത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന, തൊട്ട് പ്രീവിയസ് ഡേയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഏരിയ, വാല്യൂ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്നാൽ ഇതിൽ തന്നെ ഏറ്റവും അധികം സമയം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 25,900 പ്രൈസ് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം, ഏറ്റവും കൂടുതൽ സമയവും നിന്നിട്ടുള്ളത്. ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറി പറയുന്നത് വാല്യൂ ഏരിയയ്ക്കിടയിൽ വാല്യൂ ഏരിയ ലോയും ഹൈയും ആണത്. ഈ ഗ്രീൻ കളർ ഹൈ ആണ്, ഈ വയലറ്റ് കളർ ലോ ആണ്. അപ്പം നമ്മൾ ഈ അസംഷൻ്റെ പിറകെ ആദ്യം പറഞ്ഞ അസംഷൻ്റെ പിറകെ കണ്ണും പൂട്ടി പോയാൽ ഒരാൾ ഇവിടുന്ന് അയാൾക്ക് എന്തെങ്കിലും ഒരു എൻട്രി ക്രൈറ്റീരിയ അയാളുടെ മീറ്റ് ചെയ്ത് കിട്ടിയാൽ ഈ ഏരിയയിൽ നിന്ന് അയാൾ ഈ ഏരിയയിലേക്ക് ട്രേഡ് ചെയ്യാൻ നിൽക്കും അല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അയാൾ ഈ അസംഷനും കൂടെ ക്ലബ് ചെയ്ത് വായിച്ചാൽ ഇങ്ങനെയുള്ള POC എന്ന് പറയുന്ന ഏരിയ പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അടുത്ത അസംഷൻ. അപ്പോൾ ഈ അസംഷൻ ഉൾക്കൊണ്ട ഒരാൾ ഇത് മാത്രം കേട്ടിട്ട് ഇതുവരേക്ക് ട്രേഡ് ചെയ്യാൻ നിൽക്കില്ല. ഈ അസംഷനും കൂടെ ഇവിടെ എന്താണ് പ്രൈസ് നടക്കുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം മാത്രമേ അയാളുടെ ഡിസിഷൻ എടുക്കൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ അസംഷനുകളും പരസ്പരം കണക്ട് ചെയ്തിട്ട് ഒരാൾ ട്രേഡ് എടുക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട AMT മാർക്കറ്റിലെ ബേസിക് അസംഷനുകൾ. ഓക്കെ, ഇത് ഒരു ജനറൽ അസംഷനുകളാണ് എങ്കിൽ അത് 5 പോയിൻ്റാണ് അവിടെ നമ്മൾ ജനറൽ അസംഷൻ പറഞ്ഞത്.
5 പോയിൻ്റ് ഓർക്കുക, എഴുതി വയ്ക്കുക. ഇനി ആ അസംഷൻ്റെ ഒപ്പം ആ അസംഷനെ കൂട്ടുപിടിച്ചോണ്ട് ഇനി നമ്മൾ ട്രേഡിങ്ങിലേക്ക് പോവുകയാണ് അല്ലേ. ഇപ്പോൾ ഇത് ആദ്യം നമ്മളൊരു ഐഡിയ സെറ്റ് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ള പെർസെപ്ഷൻ സെറ്റ് ചെയ്തു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ മനസ്സിലാക്കുന്നു. ഇനി അതിൻ്റെ പുറത്ത് നിങ്ങൾ ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട AMT ട്രേഡിങ്ങിലെ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയുടെ ബേസിലുള്ള ട്രേഡിങ്ങിലെ ബേസിക് 2 റൂളുകൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ 2 റൂളുകളിൽ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ട്രൈ ടു ടേക്ക് ട്രേഡ് വെൻ കണ്ടീഷൻസ് ആർ ഷിഫ്റ്റിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടീഷൻ എന്താണ്, ബാലൻസ്, ഇംബാലൻസ്, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷനിൽ നിന്ന് ഈ കണ്ടീഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാൻ നോക്കുക, ഈ കണ്ടീഷനിൽ നിന്ന് ഈ കണ്ടീഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാൻ നോക്കുക. ഇതാണ് സിമ്പിൾ. അതാണ് ഇതിലെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേർ ടു എൻ്റർ എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ അതിൽ എവിടെ എൻട്രി എടുക്കണം എന്നുള്ള ഫിൽറ്റർ ചെയ്താൽ കുറേ നമ്മുടെ തലവേദനകൾ ഒഴിവായി കിട്ടി. അപ്പോൾ ഈ കൺസെപ്റ്റിൽ ഈ റൂൾ ഫോളോ ചെയ്യുന്നതിലൂടെ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളത് AMT തിയറി പറയുന്നത്, എവിടെയാണോ കണ്ടീഷൻസ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഏത് സോണിലാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ സോണിൽ എൻട്രി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. 2, try to use order flow concept at the areas where condition shift is happening. അപ്പോൾ ഇവിടെ ഈ ഷിഫ്റ്റ് നടക്കുന്നത് ഇവിടെയാണ് അല്ലേ. പ്രൈസ് ഇംബാലൻസിൽ നിന്ന് ഇതിനകത്തേക്ക് പ്രൈസ് വന്നു, ഇവിടെ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ അസംഷൻ പ്രകാരം ഇവരിൽ നിന്ന് വാല്യൂ ഏരിയ ഹൈയിൽ നിന്നും വാല്യൂ ഏരിയ ലോയിലേക്ക് പ്രൈസ് നീങ്ങും എന്നുള്ളതാണ് അസംഷൻ. അപ്പോൾ ആ അസംഷൻ മാത്രം പോരാ, നമുക്ക് ട്രേഡിങ്ങിലേക്ക് സീരിയസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് വേണം, മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് വേണം. അപ്പോൾ അവിടെ ആ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഓർഡർ ഫ്ലോ കൂടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് 2ാമത്തെ റൂൾ. അപ്പോൾ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയിൽ ഒരു റൂളാണ് ട്രേഡ് ചെയ്യുമ്പോൾ ഓർഡർ ഫ്ലോ ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഓർഡർ ഫ്ലോ ഉപയോഗിക്കേണ്ടത്, അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഓർഡർ ഫ്ലോയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സാമ്പിൾ പറഞ്ഞാൽ, പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. ആ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടുന്ന് സെല്ലേഴ്സ് വന്നു, സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സ് ഉള്ളതുകൊണ്ട് പ്രൈസ് ഇവിടെ എത്തി. പിന്നീട് ഇവിടുന്ന് പ്രൈസ് റീട്രേസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവിടെ കുറേ ബയേഴ്സ് വന്നിട്ടുണ്ട്. ആ ബയേഴ്സിനെല്ലാം സെല്ലേഴ്സ് അബ്സോർവ് ചെയ്തു. അപ്പോൾ അബ്സോർപ്ഷൻ സംഭവിച്ചു. അവിടെ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് അപ്പുറത്ത് ഇത് ഡംപ് ചെയ്യാൻ വേറെ ബയേഴ്സ് ഉണ്ടാവണം അല്ലേ. ആ അബ്സോർപ്ഷൻ അവിടെ നടന്നു. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്ന ആളുകൾ വീണ്ടും വാങ്ങി അവർ മടുത്തു, പ്രൈസ് മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവർ എക്സോഷൻ സംഭവിച്ചപ്പോൾ സെല്ലേഴ്സ് വീണ്ടും അഗ്രസീവായി, ബയേഴ്സ് ടയേർഡായപ്പോൾ അഗ്രഷൻ സംഭവിച്ചു. അങ്ങനെ മാർക്കറ്റുണ്ട്. അപ്പോൾ ഈ ലൈവിൽ നമുക്ക് ഇവിടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ, എക്സോഷൻ നടക്കുന്നുണ്ടോ, അഗ്രഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് റീഡ് ചെയ്യാനാണ് നമ്മൾ ഓർഡർ ഫ്ലോയെ ഉപയോഗിക്കുന്നത്. ഓർഡർ ഫ്ലോയിലുള്ള പല എലമെൻറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ അതുകൂടെ ക്ലബ് ചെയ്തിട്ട് വേണം, വെറുതെ ഈ അസംഷൻ്റെ മാത്രം പുറത്ത് ട്രേഡ് ചെയ്താൽ പോരാ, ഈ കാര്യം കൂടെ റീഡ് ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ നമ്പർ 2, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ നമ്പർ 2 AMT ഓപ്ഷൻ മാർക്കറ്റ് തിയറി പറയുന്നത്. ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മന്ത്ലി ഒരു 2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് കരുതുന്നത്. വരുന്ന കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്കിതിനെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ഇടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കുക, റിവിഷൻ ചെയ്യുക, ഈ ഐഡിയ മനസ്സിൽ വയ്ക്കുക, ഇതിനെ മാർക്കറ്റിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി ഓർഡർ ഫ്ലോ കൺസെപ്റ്റുകളോട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇതിനോട് ക്ലബ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഈ സീരീസ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ബേസിൽ ട്രേഡ് എടുക്കാൻ നമ്മൾ കേപ്പബിൾ ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടു പോകണ്ട, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ പുതുതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 2 നമ്മുടെ പ്രധാനപ്പെട്ട സർവീസുകളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോസ് കംപ്ലീറ്റ് ആവാതെ സ്കിപ്പ് ചെയ്യരുത്. പുതുതായിട്ട് വന്ന ആളുകളെ ആദ്യത്തത് നമുക്കൊരു മെമ്പർഷിപ്പ് പ്ലാൻ ഉണ്ട്. ആ മെമ്പർഷിപ്പ് പ്ലാൻ പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബിലെ മെമ്പർഷിപ്പ് എടുക്കാം.
യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ആക്സസ് എങ്ങനെയാണ്, ഡിസ്കോഡിലേക്ക് ആക്സസ് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത് വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് യൂട്യൂബിലുണ്ട് നമ്മുടെ ചാനലിൽ. അത് പോയി മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്താൽ അത് കാണാം. അപ്പോൾ അതിൽ ഇതിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള പ്രോസസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ 47-48% ആണ് റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു വർഷം ഉണ്ടാക്കിയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്ത വർഷം ഉണ്ടാവുമെന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നമ്മൾ അത്രയും റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വർഷം ആദ്യത്തെ 6 മാസമൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കുറവായിരുന്നു. അപ്പോൾ കുറേ ആളുകളൊക്കെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷേ അവർക്ക് ഇപ്പോൾ നഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മുമ്പ് വാങ്ങിച്ച് വെച്ചതെല്ലാം ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 17% പ്രോഫിറ്റ്. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം. ചിലതൊക്കെ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ KNR കൺസ്ട്രക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹോൾഡിങ്ങിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. പ്രോഫിറ്റ് ബുക്കിംഗ് 30% ROI. ഓക്കെ, ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം പ്രോഫിറ്റ് ബുക്കിംഗ് 24%. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇമ്മീഡിയറ്റ് ഇപ്പോൾ ലാസ്റ്റിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് 38% റിട്ടേൺ. അത് 2 മാസം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 2 മാസം കൊണ്ടൊക്കെ കിട്ടുന്നത് എപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് 5-6 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും. ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളത് വർഷങ്ങൾ തന്നെ ഹോൾഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അതിനകത്ത് വളരെ നമ്മൾ അധികം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 51% റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രേഡ് ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് എത്തിയിട്ടുള്ളത്. ഇതെന്ന് ഷെയർ ചെയ്താന്നുള്ളത് നമുക്ക് ഇവിടെ പോയി നോക്കിയാൽ അത് കാണാൻ പറ്റും. ഇത് 2025 4 മാസം. ഓക്കെ, അപ്പോൾ അത് അധികമായിട്ടില്ല, ഇത് ക്ലിക്കാണ്. അപ്പോൾ അതിൽ ചിലതൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചിലപ്പോൾ 6 മാസത്തിനൊക്കെ ശേഷമായിരിക്കും. അപ്പോൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വാഗതം. ഇതിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജസ്റ്റ് 1-2 മാസം നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളവർ വരണ്ട, മെമ്പർഷിപ്പ് എടുക്കണ്ട. ഒരു വർഷമെങ്കിലുമൊക്കെ മെമ്പർഷിപ്പിൽ നിൽക്കുന്ന കരുതുന്ന ആളുകൾ ബേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെമ്പർഷിപ്പ് എടുക്കുക. ഓക്കെ, ഇതാണ് പരിചയപ്പെടുത്താണ്ടായിരുന്ന ഒരു സർവീസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കാണ്. നമ്മൾ എന്തൊക്കെ SMC പഠിച്ചാലും AMT പഠിച്ചാലും എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അതിൽ സക്സസ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈക്കോളജി ബിൽഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ റിയലായിട്ട് വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന, അതിനൊരു ബിസിനസ് പോലെ കരുതിക്കൊണ്ട് നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങളൊരു പ്രൊഫഷണലി ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ സമീപിച്ച് ആ കൺസൾട്ടൻറ്റ് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് ഗൈഡ് ലൈൻ എടുത്തിട്ട് ബിസിനസ് തുടങ്ങുന്ന നേച്ചറുള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. കാരണം അങ്ങനെ ഒരു കൺസൾട്ടൻറ്റ് നിങ്ങൾ സമീപിക്കുമ്പോൾ ആ കൺസൾട്ടൻറ്റിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഉണ്ടാവും അല്ലേ. പക്ഷേ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ വിജയിപ്പിക്കാൻ അത് സഹായിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു 2 ആംഗിളിലുള്ള നിങ്ങളുടെ സ്ട്രാറ്റജിയിലും നിങ്ങളുടെ സൈക്കോളജിയിലും കൺസൾട്ടിങ് തരുന്ന 2 മാസം ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിലുകൾ ഇവിടെ കൊടുക്കുന്നു. അതുകൂടെ കണ്ട് അതിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടെ ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ബൈ. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മളെപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്, അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ
സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മളൊരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാമാണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ് അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സും. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എന്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ 2 എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ 2 എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ 2 മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എന്റെ പരിചയം, ബിസിനസ്സിലുള്ള എന്റെ പരിചയം അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷണൽ സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു 1 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം.
വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.